തലവേദനയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ നമ്മുടെ പ്രെയറിൻ്റെ ഈ ബുക്കുണ്ടല്ലോ, നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന ആ പ്രെയറിൻ്റെ ബുക്കിൻ്റെ പുറകുവശത്തുള്ള അമ്മ മാതാവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാനിങ്ങനെ തലയുടെ ഇവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കും. ഭയങ്കരമായിട്ട് തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന വരുമായിരുന്നു. ആ സമയത്ത് എനിക്ക് മാതാവിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന പോലെ ഒരു ഫീലാണ് വരുന്നത്. ഞാൻ അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് തലവേദന മാറിക്കിട്ടി. പിന്നെ ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മ മാതാവാണ് ശരിക്കും ഞങ്ങളുടെ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞങ്ങൾ എല്ലാ കാര്യത്തിലും അമ്മയാണ് ആശ്രയിക്കുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത്, അമ്മയെ ഞാൻ കൃപാസനത്തിൽ രാത്രി 1:30 വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയ ഒരു അനുഭവമായിരുന്നു. ഇത് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒന്ന് വരണേ അമ്മയെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ അപേക്ഷകൾ എഴുതുന്ന സമയത്ത് എൻ്റെ മോള് മേളിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനൊരു 3 ആവശ്യങ്ങൾ എഴുതിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളുടെ 3 പേരുടെയും പേരായിരുന്നു അതിൽ മൂന്നാമത്തെ ആവശ്യത്തിൽ എഴുതിയിരുന്നത്, നിയോഗത്തിൽ എഴുതിയിരുന്നത്. അപ്പോൾ അവൾ അത് നോക്കിയിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു നമ്പർ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 4ാമത്തെ നിയോഗം അവളുടെ പേര്, അവൾക്കൊരു ജോലി കിട്ടണേ എന്നായിരുന്നു അവൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഒക്കെ എടുത്ത് പുറത്തിറങ്ങി. ഒരു 3 മണി നേരമായി. അപ്പം പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾക്ക് പിള്ളേർക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏവീസ് എന്ന് പറയുന്ന ഒരു കടയിൽ, അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഫിഷ് കറി മീൽസ് വേണമെന്ന് അവർ പറയുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആ കടയിൽ കയറി അവിടെ ഇരിക്കുന്ന സമയത്ത് ഓർഡർ ചെയ്തപ്പോൾ അത് തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പം അറിയാമല്ലോ, പിള്ളേർക്കത് കിട്ടിയില്ല എന്ന് കാണുമ്പോൾ അവർക്ക് ഒരുമാതിരി ഒരു സങ്കടവും ദേഷ്യവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സഡനായിട്ടൊരു ഫോൺ കോൾ വരുന്നു. ആ കോൾ വന്നപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഇല്ലാത്തപ്പം ഇങ്ങനെ ഹലോ എന്നുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് ഫോൺ എടുത്തതാണ്. പക്ഷേ അത് ആക്ച്വലി അത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ നിന്നുള്ള കോളായിരുന്നു. നെക്സ്റ്റ് ഡേ ഇൻ്റർവ്യൂവിനുള്ള കോളായിരുന്നു അത്. അപ്പം അങ്ങനെ അവർ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. 2 ആഴ്ചത്തേക്കാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. പക്ഷേ നെക്സ്റ്റ് ഡേ തന്നെ അവൾ പോകേണ്ടി വന്നു. ഓൺലൈനിലായിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ 3-4 ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ, അത് നവംബർ 2 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം PhD ക്കാണെങ്കിലും അവൾ പറയുമായിരുന്നു 3 വർഷം കൊണ്ട് PhD കംപ്ലീറ്റ് ആകണമെന്ന്. അങ്ങനെ അത് ഞാൻ അതിന് മുമ്പുള്ള നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും 3 വർഷം കൊണ്ട്, അതായത് 2022 തന്നെ തീരണമെന്ന് അവൾ പറയുമായിരുന്നു. അങ്ങനെ തീർന്നു. അത് കഴിഞ്ഞ് അതുപോലെ തീസിസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് ഇവിടെ വന്ന് ഞങ്ങൾ ലാസ്റ്റ് ഉടമ്പടി എടുക്കുന്നതും. പിന്നെ അത് അവൾ ലാസ്റ്റ് ഫൈനൽ ആകുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് അവൾ കിട്ടുകയും അത് അവിടെ വന്ന് പിന്നെ ഡിസംബർ 1 അവൾ ജോയിൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഇളയ മോള് അവൾ ഒത്തിരി ഒന്നും പഠിക്കത്തൊന്നുമില്ലായിരുന്നു, വലുതായിട്ടൊന്നും ഇരുന്ന് പഠിക്കത്തില്ല. അവൾക്ക് ഒത്തിരി വരയ്ക്കുന്നതൊക്കെയായിരുന്നു ഇഷ്ടം. അപ്പോൾ അവൾ 10th അവൾക്ക് നല്ല മാർക്കോടെ പാസ്സാക്കാൻ പറ്റി, 12th നല്ല മാർക്കോടെ പാസ്സാക്കാൻ പറ്റി. അതുപോലെ 12th ഒരു എക്സാം കഴിഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു ഞാൻ തോറ്റു പോകുമായിരിക്കും, കാര്യം ഞാനൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിൻ്റെ മെഡൽ, ഞാൻ എപ്പം പോയാലും മക്കളുടെ കയ്യിൽ ഈ മെഡൽ കൊടുത്തു വിടാറുണ്ട്. അതുപോലെ തൈലം, അവൾ ഹോസ്റ്റലിൽ നിന്നാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഞാൻ മൊബൈലിൽ അവളോട് പറയും, മുഖം കാണിക്കാൻ പറയും. അങ്ങനെ ഞാൻ മൊബൈലിൽ തന്നെ അവളുടെ നെറ്റിയിൽ ഓയിൽ തൊട്ട് നമ്മുടെ തൈലം പുരട്ടി കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പരീക്ഷയ്ക്ക് അയക്കുന്നത്. പിന്നെ പരീക്ഷ പിള്ളേർ എഴുതുന്ന ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ തിരി കത്തിച്ചിരുന്ന് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് +2 പരീക്ഷ കഴിഞ്ഞ് അവൾ എന്നോട് ചോദിക്കുമായിരുന്നു, മമ്മിക്ക് എത്ര % മാർക്ക് വേണം. അപ്പോൾ അവളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ തന്നെ പത്രം വായിക്കും, ഇംഗ്ലീഷിലുള്ള പേപ്പർ വായിക്കും. അതുപോലെ നമ്മുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആളിന്. അങ്ങനെ അതെല്ലാം കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവൾ. പിന്നെ അവൾ
എന്നോട് ഇങ്ങനെ എത്ര പെർസെൻറ്റേജ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറയുമായിരുന്നു, ദൈവമേ ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതിയായിരുന്നെന്ന്. കാര്യം എങ്ങനെയെങ്കിലും +2 ഒന്ന് പാസ്സാകണം എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. കാര്യം മൂത്ത 2 പിള്ളേരും MTech കഴിഞ്ഞു, അല്ലെ PhD കഴിഞ്ഞു. ഇവളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഓർക്കുമായിരുന്നു +2 ഒന്ന് പാസ്സാകണേ എന്ന്. ആദ്യം ഓർക്കുമായിരുന്നു 10th പാസ്സാകണേ എന്ന്. കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണേ പോലും 10th പാസ്സാണ്. അത്രമാത്രം അവൾ അങ്ങനെയൊന്നും വലുതായിട്ട് പഠിക്കുകയില്ലാത്ത ആളാണ്. അപ്പം അവൾ എന്നോട് ചോദിച്ചു, അമ്മ എനിക്ക് 80% മാർക്ക് തരും, മമ്മിക്ക് അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉള്ളിലൊന്ന് പിന്നെ ഞാൻ ഓർത്തു. അപ്പോൾ അവൾ ഇടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട്, മമ്മി പ്രാർത്ഥിക്കുകയേ ഉള്ളൂ, വിശ്വാസമില്ല അല്ലേ എന്ന്. ആ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു കൊച്ചിന് എന്തുമാത്രം വിശ്വാസമാണ് എന്ന്. ഏതായാലും കൊള്ളാം, റിസൾട്ട് വന്നപ്പം അവൾക്ക് 80% മാർക്ക് തന്നെ അമ്മ മാതാവ് കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ ഈ വിരൽ, ഈ 2 വിരലുകൾ തമ്മിൽ ഇങ്ങനെ അടുക്കത്തില്ലായിരുന്നു, ഇതെങ്ങനെ അകന്നിരിക്കും. അതുപോലെ തന്നെ പിന്നെ അപ്പം ഞാനവിടെ ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ന്യൂറോയുടെ എന്തോ പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു MRI എടുക്കണം, പിന്നെ ഒരു സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ എൻ്റെ മകനുമായിട്ടാണ് പോയത്. പിന്നെ നമുക്ക് അവിടെ ഒരാളുണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് അവിടെ കയറാനും അവിടെ ഡോക്ടറെ കാണാനും ഒക്കെ പറ്റിയത്. പക്ഷേ അവർ ചെന്നയുടനെ തന്നെ ഇങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് MRIയുടെ ഡേറ്റും ഒക്കെ പെട്ടെന്ന് വൈകിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെ 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ MRI എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല ഞാനിപ്പം ചെയ്യുന്നില്ല, ഞാൻ നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. വീട്ടിൽ വന്നു കഴിഞ്ഞ് വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ, ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ 2 ദിവസം കഴിഞ്ഞിട്ട് MRI എങ്ങനെ ചെയ്യും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ ഇരിക്കുക. അപ്പം എനിക്ക് മനസ്സിലിങ്ങനെ തോന്നുവാണ്, ഒരു ഡോക്ടർ തോമസ് എന്ന്, കാര്യം ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ഡോക്ടർ തന്നെയാണ്, പക്ഷേ ആ പുള്ളിയെ ഒന്നും നമ്മൾ ഓർക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുക എന്ന മനസ്സിൽ തോന്നിച്ചു. ഉടനെ തന്നെ ഞാൻ അന്ന് രാത്രി 10 മണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഡോക്ടറെ അടുത്തൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ ഡോക്ടറെ അടുത്ത് പോയി കാണുന്നു. ഡോക്ടർ ഇത് കണ്ട ഉടനെ എന്നോട് പറഞ്ഞു, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ, ഏതാണ്ട് വലിയ സംഭവം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആകെ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, വൈറ്റമിൻ ഡിയുടെ കുറവാണ്, അതുപോലെ നാർവിജിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്ട്രോക്കോ കാര്യമോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചോ, പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വൈറ്റമിൻ ഡിയുടെ ഇഞ്ചക്ഷനും എടുത്തു, ഈ മറ്റേ നാർവിജിൻ ഇഞ്ചക്ഷനും എടുത്തു. ഇപ്പോൾ എൻ്റെ കൈക്ക് യാതൊരുവിധ കുഴപ്പമില്ല. അമ്മ മാതാവിൻ്റെ തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ പാത്രം എടുക്കുമ്പം മനുഷ്യരുടെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പം നമുക്കതങ്ങ് താന്നു പോകുമായിരുന്നു കൈ. ഇപ്പോൾ എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരിത്. പിന്നെ എനിക്ക് തലവേദനയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ നമ്മുടെ പ്രെയറിൻ്റെ ഈ ബുക്കുണ്ടല്ലോ, നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന ആ പ്രെയറിൻ്റെ ബുക്കിൻ്റെ പുറകുവശത്തുള്ള അമ്മ മാതാവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാനിങ്ങനെ തലയുടെ ഇവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കും. ഭയങ്കരമായിട്ട് തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന വരുമായിരുന്നു. ആ സമയത്ത് എനിക്ക് മാതാവിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന പോലെ ഒരു ഫീലാണ് വരുന്നത്. ഞാൻ അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് തലവേദന മാറിക്കിട്ടി. പിന്നെ ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മ മാതാവാണ് ശരിക്കും ഞങ്ങളുടെ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞങ്ങൾ എല്ലാ കാര്യത്തിലും അമ്മയാണ് ആശ്രയിക്കുന്നത്. പിന്നെ അടുത്ത എന്ന് പറയുന്നത്, എൻ്റെ ഡാഡി നാട്ടിലായിരുന്നു. ഒരു ദിവസം നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. പിന്നെ ഡാഡിയുടെ കാലിൽ എന്തോ ഒരു ഷോപ്പീസ് എന്തോ വീണിട്ട് അത് മുറിഞ്ഞു, ഭയങ്കര മുറിവാണ്, ഭയങ്കര ചോര ഇങ്ങനെ ചീറ്റുവാണെന്നൊക്കെയാണ് പിള്ളേർ വിളിച്ചു പറഞ്ഞത്. അപ്പം ഞാനത് കേട്ടപ്പോൾ ഞാൻ ഉടനെ ഓർത്തു, ദൈവമേ എന്നാ ചെയ്യും. അപ്പം ഹോസ്പിറ്റലിൽ അവർ ചെന്നു, അത് എന്തോ തുണിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ ബ്ലഡ് നിർത്തിക്കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഓർത്തു, ദൈവമേ എന്താ ചെയ്യുന്നത്. ഞാൻ അപ്പം തന്നെ ഡാഡിയുടെ ഫോട്ടോ, കാലിൻ്റെ ഫോട്ടോ ഉള്ളതെടുത്ത് ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ തൈലം എടുത്ത് കുരിശ് വരച്ച് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ചൊല്ലി ഒരു 15 മിനിറ്റ് എത്തി കാണും. അന്നേരത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പിള്ളേർ, അതായത് എൻ്റെ ബ്രദറിൻ്റെ പിള്ളേർ വിളിച്ചിട്ട് പറഞ്ഞു, പൊട്ടലൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ച് പോലും വേണ്ട, ജസ്റ്റ് ഒരു മുറിവേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതങ്ങ് ഇതായി. അപ്പോൾ അതും അങ്ങനെ തൈലം പുരട്ടിയത് കൊണ്ട് എൻ്റെ ഡാഡിയുടെ ആ കാലിൻ്റെ ഇതെല്ലാം അത്രയും ലഘുവാക്കി മാറ്റിയതിന് അമ്മ മാതാവിന് ഒത്തിരി നന്ദി. പിന്നെ എൻ്റെ വീടിൻ്റെ പുറകിൽ, ബാംഗ്ലൂരെ വീടിൻ്റെ പുറകിലുള്ള ക്രോസിൽ റോഡിൽ ഒരു കുഴൽക്കിണർ കുഴിച്ചു. അപ്പോൾ അതിനകത്ത് അവിടെ കുഴിച്ചത് കാരണം ഞങ്ങളുടെ വീട്ടിലെ വെള്ളം 10 വർഷമായ ഞങ്ങളുടെ വീട്ടിൽ ബോർവെല്ലിൽ വെള്ളം ഒരു കുഴപ്പമില്ലാതിരുന്നു, ഏത് സമയത്തും നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു ബോർവെല്ല് പുറകിൽ വന്നതോടെ നമ്മുടെ വീട്ടിലെ വെള്ളം അടിക്കാൻ പറ്റത്തില്ല. രാത്രി ഒരു 2:30-3 ചിലപ്പം രാത്രിയിലേ നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റത്തുള്ളൂ. അതും ഒരു 10 മിനിറ്റ് അടിച്ചു കഴിയുമ്പോഴത്തേന് വെള്ളം തീർന്നു പോകും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാനിങ്ങനെ മാതാവിനെ
മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ, അമ്മ ഇതിനകത്ത് ഇടപെടണമേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ നമ്മുടെ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങളുടെ ബോർവെല്ലിൽ കൊണ്ടുപോയി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിനൊരു പരിഹാരം കാണണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെറസിൽ എനിക്ക് കുറച്ച് ചെടിയുണ്ട്, അപ്പോൾ ഞാൻ അതിന് വെള്ളം ഒഴിക്കാൻ ചെല്ലുമ്പോഴല്ല ഈ ബോർവെല്ലിലോട്ട് നോക്കിയിട്ട് ഇവരിങ്ങനെ ടാങ്കർ രാവിലെ 6:30 തൊട്ട് വൈകിട്ട് 6:30 വരെ ടാങ്കറിൽ ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുക. അത് വീട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ല, അവരത് വിൽക്കുന്നതാണ്, റോഡിലാണ് കുഴിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ അങ്ങേ അറ്റം എന്ന് പറയുന്ന വീടുകളൊന്നും ഇല്ലാത്തതാണ്, അവിടെയാണെങ്കിൽ ചതുപ്പ് പോലത്തെ സ്ഥലവുമാണ്. അപ്പോൾ അവിടെ ഒരു കുഴൽക്കിണർ കുഴിക്കുവാണെന്ന് വരികയിൽ അവർക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാമല്ലോ, ഞങ്ങൾക്ക് വെള്ളവും കിട്ടുമല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞ് കാണും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവർക്ക് എന്തോ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അവരത് അതിൻ്റെ അകത്തുനിന്ന് എല്ലാം എടുക്കുന്നു, താക്കുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അവരത് ക്ലോസ് ചെയ്തു. ഇപ്പം അത് കുറേ ദൂരം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒത്തിരി പുറകിലോട്ട് മാറി ഒരു ബോർവെല്ല് കുഴിച്ചിട്ട് ഇപ്പോൾ ടാങ്കർ രാവിലെ മുതൽ വൈകിട്ട് 6:30 വരെ വെള്ളം എടുക്കുന്നുമുണ്ട്. എൻ്റെ വെള്ളത്തിനൊരു കുഴപ്പവുമില്ല, എനിക്ക് എപ്പം വേണേലും മോട്ടർ അടിക്കാൻ വെള്ളം ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ വലുതും ചെറുതുമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി എനിക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2019 മുതൽ ഞാൻ നേരത്തെയൊക്കെ ഒത്തിരി സീരിയൽസൊക്കെ കാണുമായിരുന്നു. 2019 ശേഷം ഞാൻ ഒരു സീരിയലും കണ്ടിട്ടില്ല. ഞാൻ അതിന് സമയം കണ്ടെത്തുന്നേ ഇല്ല. ഞാൻ എപ്പോഴും മാതാവിൻ്റെ ഈ അച്ഛൻ്റെ ടോക്കും അതുപോലെ പ്രാർത്ഥനകളും കൊന്ത ചൊല്ലാൻ പറ്റുന്ന സമയങ്ങളിൽ കൊന്ത ചൊല്ലുകയും ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ധാരാളം ഒരു ദിവസം ഒരാളോടെങ്കിലും ഞാൻ എൻ്റെ അമ്മ മാതാവിനെ പറ്റി, പ്രത്യേകിച്ച് കൃപാസന അമ്മയെപ്പറ്റി ഞാൻ പറയുകയും ജാതിഭേദമന്യേ ഞാൻ എല്ലാവരോടും പറയുകയും അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും, അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര അനുഭവമായിരുന്നു അവർ പറഞ്ഞത്. അതുപോലെ ഉടമ്പടി ഒരു 5-6 പേര് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ച് നമ്മുടെ ബാംഗ്ലൂരുള്ള പള്ളികളിലൊക്കെ കൊടുക്കുകയും പിന്നെ ആൾക്കാരോട് പറയും. അതുപോലെ വെഞ്ചരിച്ച കാശുരൂപവും അതുപോലെ തൈലമല്ല, ഞാൻ ഉപ്പും തേനുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ആൾക്കാർക്ക്. പിന്നെ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി ഞാൻ ഈ 2019 മുതൽ ഞാൻ ഒരു കരണക്കൊന്ത ചൊല്ലിയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പാവപ്പെട്ട ആൾക്കാരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട്, കാര്യം ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൂടാതെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. ഇത്രയും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.